എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അതായത് 5 ലീഡിംഗ് ബ്രോക്കേഴ്സ് റെക്കമെൻഡ് ചെയ്ത ഈ ആഴ്ച റെക്കമെൻഡ് ചെയ്ത ഒരു കേരള കമ്പനിയാണ്. അതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ആ കേരള കമ്പനി മറ്റൊന്നുമല്ല, നമ്മുടെ മണപ്പുറം ഫിനാൻസ് ആണ്. നമുക്ക് ആദ്യം മണപ്പുറം ഫിനാൻസിന്റെ ചാർട്ട് ബേസ് ഒന്ന് നോക്കി നോക്കാം. അത് കഴിഞ്ഞിട്ട് ഏതൊക്കെ ബ്രോക്കേഴ്സ് ആണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്, അത് ടാർഗറ്റ് എത്രയാണ് എന്നുള്ളതൊക്കെ വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. നമ്മളിപ്പോൾ കാണുന്നത് മണപ്പുറം ഫിനാൻസ് ഇപ്പൊ ട്രേഡ് നടക്കുന്നത് ഏകദേശം 176 രൂപയിൽ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നു. 176 രൂപ. അത് ഇന്നലെ ഏകദേശം 3% അപ്പായിട്ടുണ്ട് ഇന്നലെ. മണപ്പുറം ഫിനാൻസ് ഏകദേശം ഒരു 160 പോയിന്റിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു ഇവിടെ. നമുക്കറിയാം 160 ഒരു റെസിസ്റ്റൻസ് ഇവിടെ ടച്ച് ചെയ്തു, ഇവിടെ ടച്ച് ചെയ്തു. നല്ല ആ റെസിസ്റ്റൻസ് കയറിപ്പോണം മാത്രമല്ല അത് ഒന്ന് റീടെസ്റ്റ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു റീടെസ്റ്റ് ഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെ റീടെസ്റ്റ് ഫോം ചെയ്തു 160 കയറി പോയതിനു ശേഷം റീടെസ്റ്റ് ഫോം ചെയ്തിട്ട് പിന്നെ 2 ഗ്രീൻ ക്യാൻഡിലാണ് ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത്. ഇത്രയുമാണ് നമ്മളെ ഇൻട്രാഡേ ചാർട്ടിൽ നമ്മൾ കാണുന്ന ഒരു ടെക്നിക്കൽ വശം. വീക്കിലി ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ ചാർട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. വീക്കിലി ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. എന്തായിരിക്കും ഇവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക? അതിന്റെ വ്യത്യാസം നമുക്കത് ഒന്ന് പരിശോധിക്കാം. ഇവിടെ ലൈൻ വരച്ചിട്ടുണ്ടല്ലോ. ഇനി ഇത് വീക്കിലി ചാർട്ട്, നമ്മളെ മണപ്പുറം ഫിനാൻസിന്റെ വീക്കിലി ചാർട്ടാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. നമ്മളിപ്പോ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ഇവിടെ, രണ്ടുപേരും. ഈ ലൈനിൽ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം, ഇവിടെ ഒരു കയറി പോയതിനു ശേഷം ഇങ്ങോട്ട് വന്നു, വീണ്ടും കയറിപ്പോയി, വീണ്ടും ഈ ലൈനിന്റെ ഈ സമയത്ത് വന്നു, വീണ്ടും അത് കയറിപ്പോയി, വീണ്ടും ഈ ലൈനിന്റെ ഇവിടെ ഒരു 3-4 ദിവസം ട്രേഡ് ചെയ്തു, നേരെ അത് ഫാൾ ചെയ്തു, വീണ്ടും ഈ ലൈനിൽ വരെ ഇവിടെ വരെ വന്നു, അതിനുശേഷം വീണ്ടും കുറച്ച് ഫാൾ ചെയ്തു, പിന്നെ കയറി. അപ്പൊ ഈ 150, 152, 148 റേഞ്ചാണ് ഇത്. അതൊരു മേജർ ഒരു പോയിന്റ് ആണ്. 152, 148 ഒരു ഏരിയ. ആ ഏരിയ മേജർ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇപ്പൊ അതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാറി നമ്മൾ വീക്കിൽ എടുത്ത് നോക്കും. അപ്പൊ നമുക്ക് വരും ദിവസങ്ങളിൽ ഒരു അപ്സൈഡ് മൊമെന്റം ആണ് ഇതിൽ ഇപ്പൊ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒരു ദിവസങ്ങളിൽ നമുക്കൊരു കയറ് വന്ന് ടെക്നിക്കൽ വശം വെച്ചിട്ട് നമുക്കൊരു പ്രഡിക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ബ്രോക്കേഴ്സ് എന്താണ് പറയുന്നത് നോക്കാം. ബ്രോക്കേഴ്സിന്റെ ടാർഗറ്റ് പോയിന്റും മറ്റുള്ള കാര്യങ്ങളും നമുക്ക്. ആക്സിസ് ബാങ്ക് 20 ഡിസംബറിൽ ഇത് റെക്കമെൻഡ് ചെയ്തിട്ട് 20 ഡിസംബറിൽ വേണം ബൈ റെക്കമെൻഡേഷൻ കൊടുത്തത്. അവരുടെ ടാർഗറ്റ് പോയിന്റ് 205 ആണ്. ആക്സിസ് ബാങ്ക്, ആക്സിസ് സെക്യൂരിറ്റീസ്, മണപ്പുറം ഫിനാൻസ് റെക്കമെൻഡ് ചെയ്തിട്ട് അവരുടെ ടാർഗറ്റ് 205 ആണ് അവർ നിജപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തതായി മണപ്പുറം ഫിനാൻസ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതാണ്. നമുക്കറിയാം മണപ്പുറം ഫിനാൻസ് ബൈ റെക്കമെൻഡേഷൻ ഇവിടെ കാണുന്നുണ്ട്. ഏകദേശം 190 ആണ് ICICI സെക്യൂരിറ്റീസ് മണപ്പുറം ഫിനാൻസ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ടാർഗറ്റ് പോയിന്റ്. അവർ ICICI റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ടാർഗറ്റ് പോയിന്റ് 190 വരെ എത്തുന്നതാണ് ICICI സെക്യൂരിറ്റീസ് മണപ്പുറം ഫിനാൻസിനെ കുറിച്ച് പറയുന്നത്. അടുത്തതായി റെക്കമെൻഡ് ചെയ്തിട്ടുള്ള മറ്റൊരു ബ്രോക്കിംഗ് ഫേമാണ് IDBI ക്യാപിറ്റൽ. IDBI ക്യാപിറ്റൽ ആണ് മണപ്പുറം ഫിനാൻസ് റെക്കമെൻഡ്. IDBI ക്യാപിറ്റൽ അതായത് അവരും പറഞ്ഞ ടാർഗറ്റ് പോയിന്റ് 205 ആണ് അവരുടെ ടാർഗറ്റ് പോയിന്റ്. IDBIയുടെ ടാർഗറ്റ് പോയിന്റ് മണപ്പുറത്തിൽ 205 ആയിട്ട് അവർ നിജപ്പെടുത്തിയിട്ടുണ്ട്. മണപ്പുറം ഫിനാൻസ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ബൈ. നമുക്ക് ഇവിടെ കാണാം. അടുത്ത ബ്രോക്കർ മണപ്പുറം ഫിനാൻസ് അടുത്ത ബ്രോക്കർ മോത്തിലാൽ ഒസ്വാൾ ആണ്. മോത്തിലാൽ ഒസ്വാൾ ടാർഗറ്റ് പോയിന്റ് ഏകദേശം 205 ഉണ്ട് റെക്കമെൻഡ് ചെയ്ത്. 20 ഡിസംബറിലാണ് അവർ അത് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. അവരെ ക്ലയൻസിലൊക്കെ അയച്ച ഡീറ്റെയിൽ 20 ഡിസംബറിലാണ്. ടാർഗറ്റ് പോയിന്റ് 205. മോത്തിലാലും ടാർഗറ്റ് പോയിന്റ് 205 ആണ് നിജപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തതായി മണപ്പുറം ഫിനാൻസ് റെക്കമെൻഡ് ചെയ്തിട്ട് മറ്റൊരു സെക്യൂരിറ്റിയാണ് യെസ് സെക്യൂരിറ്റീസ്. യെസ് സെക്യൂരിറ്റി അവരുടെ ടാർഗറ്റ് പോയിന്റ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും 210 ആണ് അവരുടെ ടാർഗറ്റ്. യെസ് സെക്യൂരിറ്റീസിന്റെ ടാർഗറ്റ് മണപ്പുറത്തിൽ അവർ പറയുന്നത് 210 ആണ്. 210 വരെ റേഞ്ച് എത്തുമെന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മളുടെ കേരള കമ്പനിയായ മണപ്പുറം റെക്കമെൻഡ് ചെയ്ത 5 ബ്രോക്കേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റ് ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.